മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി കണ്ണൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വേഗം തന്നെ ആരൊക്കെയോ ചേർന്ന് മഹാലക്ഷ്മിയുടെ മുഖത്തേക്ക് ഒരു തുണി വെച്ച് അമർത്തുന്നുണ്ട്. അതോടുകൂടി മഹാലക്ഷ്മിയുടെ ബോധം പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹി എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെ വിളി കേട്ടതും തോമസ് ഡോക്ടറാണെങ്കിൽ ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ കണ്ണാന്ന് ചോദിക്കുമ്പം എനിക്ക് മഹിയെ കാണണമെന്ന് പറയണം. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ കണ്ണനുക്ക് തന്നെത്താനെ നടന്നു പോയി മഹാലക്ഷ്മിയെ കാണാം. കണ്ണൻ നടന്ന് ചെല്ലണ കാണുമ്പം ആ കുട്ടിക്ക് അത് ഭയങ്കര സന്തോഷമാവും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയണു. അങ്ങനെ നമ്മളുടെ കണ്ണൻ്റെ കൈയും പിടിച്ച് തോമസ് ഡോക്ടർ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ആ ഗുണ്ടകളാണെങ്കിൽ മഹാലക്ഷ്മി ബോധം പോയതും എല്ലാവരും കൂടി മഹാലക്ഷ്മിയെ താങ്ങിയെടുത്ത് ഒരു വണ്ടിയിലോട്ട് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. ഇതൊന്നും മറ്റാരും കാണുന്നില്ല കേട്ടോ. പക്ഷേ ഈ സമയത്ത് നമ്മളുടെ അമ്പലത്തിൽ വെച്ച് മഹാലക്ഷ്മിയൊക്കെ കാണുന്ന ആ ഒരു അമ്മ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നുണ്ട്. എന്നിട്ട് മോൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ ഭഗവാനെ, എന്ത് സംഭവിച്ചാലും ഭഗവാൻ തന്നെ തുണ, ഭഗവാൻ ആ കുഞ്ഞിനെ കാത്തോളണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണ്. മാർക്കോ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട്. സ്വപ്നം കണ്ടത് വേറെ ഒന്നുമല്ല, മഹാലക്ഷ്മി ഒരാപത്തിൽ പെട്ടേക്കാം, എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ രക്ഷിക്കണം എന്നാണ് സ്വപ്നത്തിൽ വന്ന് ആ ഒരമ്മ പറയണതായിട്ടാണ് സ്വപ്നം കാണുന്നത്. വേഗം തന്നെ മാർക്കോ ലോപ്പസിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ലോപ്പസെ നീ എഴുന്നേറ്റേടാ, എന്താ മാർക്കോ ഈ പാതിരാത്രിക്ക് എന്താന്ന് ചോദിക്കുമ്പം അത് മഹാലക്ഷ്മിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് വരെ പോകണം. ആ സമയത്ത് ലോപ്പസ് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് മഹാലക്ഷ്മിക്ക് എന്താ ആപത്ത് സംഭവിക്കാനാ, ആ മേഘനാഥനാണെങ്കിൽ ഇപ്പോൾ ജയിലിലല്ലേ, അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും മുത്തശ്ശിയും ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലുമാണ്, പിന്നെ അവരെ അപായപ്പെടുത്താൻ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എനിക്കിപ്പോൾ സ്വപ്നത്തിൽ വന്ന് ആ ഒരു അമ്മ പറഞ്ഞതാ എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കണമെന്ന്, എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ മാർക്കോയൊക്കെ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനും തോമസ് ഡോക്ടറും കൂടി മഹാലക്ഷ്മിയെ കാണാനായിട്ട് റൂമിലേക്ക് എത്തണ സമയത്ത് റൂം തുറന്ന് കിടക്കുന്നുണ്ട്. മഹി എന്നും പറഞ്ഞ് വിളിച്ചിട്ടൊന്നും അവിടെ ആരെയും കാണുന്നില്ല. അത് കണ്ടതും കണ്ണന് ഭയങ്കര പേടിയാവുന്നുണ്ട്. പിന്നീട് നോക്കുമ്പം മഹാലക്ഷ്മിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെന്നൊരു സംശയവും കണ്ണന് തോന്നുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ ഡോക്ടറോട് പറയുന്നുണ്ട് സാറേ ഇനി എൻ്റെ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, മഹി ആരെങ്കിലും ഉപദ്രവിച്ച് കാണുമോ സാറേ എന്ന് ചോദിക്കുമ്പം വേഗം തന്നെ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ CC ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, മഹാലക്ഷ്മി എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് മഹാലക്ഷ്മിയെ അപായപ്പെടുത്തിയതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ വേഗം തന്നെ തോമസ് ഡോക്ടർ CCTV ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണെങ്കിൽ ആകെ തകർന്നതുപോലെ നിൽക്കുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ വേണ്ടി ഏറ്റവും ആഗ്രഹിച്ച ആൾ മഹിയ, എന്നേക്കാളും കൂടുതൽ മഹിക്കായിരുന്നു അതിന് ആഗ്രഹം. എന്നിട്ടിപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നപ്പോൾ മഹിയെ കാണുന്നില്ല, അയാൾ ഇതെവിടെ പോയിരിക്കുമോ, അയാൾ ആരെങ്കിലും ആപത്തിപ്പെടുത്തി കാണുമോ, ഇനിയിപ്പോൾ ഉണ്ണിയായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ണൻ ഫോൺ എടുത്തിട്ട് നമ്മളുടെ അനന്തുവിന് വിളിക്കുന്നുണ്ട്. അനന്ത് കോൾ എടുത്തതും എന്താ കണ്ണാന്ന് ചോദിക്കുമ്പം അതെ നീ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം, മഹിയെ കാണാനില്ല എന്ന്. അത് കേട്ടതും അനന്ത് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയണം കണ്ണാ, മഹി ഇപ്പം എവിടെ പോവാനാ, അതും ഈ അർദ്ധരാത്രിയിൽ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വന്നപ്പം മഹി ഇവിടെ റൂമിലില്ല, റൂമിൻ്റെ ഡോറൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്, ആരെങ്കിലും മഹിയെ അപായപ്പെടുത്തിയോന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അത് കേട്ടതും അനന്ത് പറയുന്നുണ്ട് നീ ടെൻഷൻ ആവണ്ട കണ്ണാ, ഞാൻ ഇപ്പം തന്നെ ആസ്പത്രിയിലേക്ക് വരാം. ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മീനെ ആണെങ്കിൽ ആ ഗുണ്ടകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ പ്രതാപൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെയാണ്. അവിടെ കൊണ്ടുപോയി ഈ മഹാലക്ഷ്മിയെ വണ്ടിയിൽ നിന്ന് ഇറക്കി അവരുടെ മുമ്പിൽ കിടത്തുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് ബോധമില്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച ദൗത്യം തീർന്നു, ഇനി നിങ്ങൾ പോയിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മയും കൂടി മഹാലക്ഷ്മിയുടെ ആ കിടപ്പ് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് നമ്മളുടെ മോളുടെ എല്ലാ സങ്കടവും ഇന്നത്തോടുകൂടി തീരും, ഇവള് അധികം വൈകാതെ പരലോകത്തേക്ക് എത്തും, എന്തായാലും അവളെ ഉറക്കത്തിൽ കൊല്ലണ്ട, അവളെ ഉണരട്ടെ, എന്നിട്ട് അവളോട് 4 വർത്താനം പറഞ്ഞിട്ട് വേണം അവളെ കൊല്ലാന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് അതെന്തായാലും അവളോട് 4 വർത്താനം പറഞ്ഞിട്ടേ അവളെ കൊല്ലണോളൂ, അത് മാത്രമല്ല ഇവള് പോണതിൻ്റെ പുറകെ ഇവളുടെ അമ്മേനെയും പറഞ്ഞു വിടുമെന്നും അവളോട് പറയണം. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇവള് കാരണം നമ്മളുടെ കുഞ്ഞ് എത്ര സങ്കടപ്പെട്ടു,
നമ്മളുടെ വീട്ടിൽ രാജകുമാരിയെ കൂട്ടി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ കരുണമോള് കമലേശ്വരത്ത് എത്തിയതും ഇവളുടെ ദാസിയായി. അതിനൊരു അറുതി ഇന്നത്തോടുകൂടി വരുമല്ലോ. എന്തായാലും ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു പുഞ്ചിരി കാണുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമ്മളുടെ തോമസ് ഡോക്ടർ വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണ ചതിച്ചല്ലോ കണ്ണ, എന്ത് പറ്റി ഡോക്ടറെ, മഹിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഒരു കൂട്ടം ആളുകൾ വന്ന് മഹിയെ ഒരു കാറിൽ കൊണ്ടുപോകുന്നത് കണ്ടു. അതെങ്ങനെയാണ് മഹി പോയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല. എന്തായാലും മഹാലക്ഷ്മിക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നു എന്നാണ് തോന്നണേ. അവർ എന്തോ ചെയ്ത് മഹാലക്ഷ്മിയെ മയക്കിയിട്ടാണ് കാറിൽ കയറ്റി കൊണ്ടുപോയേക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തായാലും കണ്ണൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ബന്ധുക്കളോ ആയിരിക്കുമെന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ, മഹിയെ എങ്ങനെ രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പം അതൊന്നും കണ്ണൻ ടെൻഷനാവണ്ട, എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല മാർക്കോയെ വിളിച്ച് ഞാൻ ഇപ്പം തന്നെ വിവരം പറയാമെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് ശരിയാ, മാർക്കോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ തോമസ് ഡോക്ടർ വേഗം തന്നെ ഫോൺ എടുത്ത് മാർക്കോയ്ക്ക് വിളിക്കുന്നുണ്ട്. മാർക്കോ ഫോൺ എടുത്തതും എന്താ സാറേ എന്ന് ചോദിക്കുമ്പം മാർക്കോ ഒരു കുഴപ്പമുണ്ട്, മഹാലക്ഷ്മിയെ ആരോ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയിന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഞാൻ മഹാലക്ഷ്മിയെ അന്വേഷിച്ച് പോകാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മാർക്കോ അറിഞ്ഞതെന്ന് ചോദിക്കുന്നു. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. എന്തായാലും ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ തുടങ്ങാം. പിന്നെ മഹാലക്ഷ്മി അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയവരെ കുറിച്ച് എന്തെങ്കിലും സൂചന തരാൻ ഡോക്ടർക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, CCTV കണ്ട ദൃശ്യങ്ങൾ ഞാൻ മാർക്കോയുടെ ഫോണിലേക്ക് ഇട്ടേക്കാം, അവരെ മാർക്കോയ്ക്ക് പരിചയം ഉണ്ടോ എന്ന് നോക്ക്, അങ്ങനെ ആകുമ്പോൾ മഹാലക്ഷ്മിയെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ തോമസ് ഡോക്ടർ ആ ഫോട്ടോ മാർക്കോയ്ക്ക് ഇട്ട് കൊടുക്കുന്നതും മാർക്കോ ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ലോപ്പസിനോട് പറയുന്നുണ്ട്, ഇത് അവന്മാരല്ലേടാ, യുവമാരാണോ മഹിയെ കൊണ്ടുപോയേക്കണേ, എന്നാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് മഹിയെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നോക്കാം, ഞാനിപ്പോൾ തന്നെ അവന്മാരെ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ലോപ്പസ് ഫോൺ എടുത്ത് ആ ഗുണ്ടകളിൽ ഒരാളെ വിളിക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കണ ആ ഒരു രംഗം ഫോട്ടോയൊക്കെ എടുത്തിട്ട് പ്രതാപൻ കരുണയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ കണ്ടതും കരുണ ഭയങ്കര സന്തോഷത്തിൽ പ്രതാപനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അവളെ അച്ഛൻ കൊന്നോന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, കൊല്ലാൻ പോണുള്ളൂ, അവളിപ്പോൾ എന്തായാലും ബോധമില്ലാണ്ട് കിടക്കാല്ലേ, ബോധം തെളിഞ്ഞിട്ട് അവളെ കൊന്നാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതെന്തിനാ ഇനി ബോധം തെളിയാൻ നോക്കിയിരിക്കണേ, ഇപ്പം തന്നെ അവളെ അങ്ങ് കൊന്നുകളാ അച്ഛാന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ബോധം തെളിയട്ടെ മോളെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷയായിട്ട് അവളെ നമ്മൾ കൊല്ലണേ എന്നുള്ളത് അവൾ അറിയണ്ടേ, അല്ലാണ്ട് അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷമൊന്നുമല്ല, അവൾ പരമാവധി സങ്കടപ്പെട്ട് തന്നെ മരിക്കാവുള്ളൂ. അവൾ മരിച്ചാൽ അതിൻ്റെ പുറകെ തന്നെ അവളുടെ അമ്മയെ ഞാൻ പറഞ്ഞു വിടും, അതിന് മോൾക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്, അതിനുശേഷം ആ കണ്ണനെയും പറഞ്ഞു വിടും, പിന്നെ കമലേശ്വരത്തെ സ്വത്തിൻ്റെ എല്ലാം അവകാശി മോളും ഉണ്ണി മാത്രമായിരിക്കുമെന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അപ്പം മേഘേട്ടനൊക്കൊന്നും കൊടുക്കണ്ടേ അച്ഛാന്ന് ചോദിക്കുമ്പം കമലേശ്വരത്തെ സ്വത്ത് മേഘന് കൊടുക്കണേ, എന്തിനാ, അവനക്കതിൽ ഒരധികാരവും ഇല്ല അവകാശവും ഇല്ല. മഞ്ജു അവൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ അവിടുത്തെ സ്വത്തിൻ്റെ ഒരു വീതം അവനക്ക് ചെന്നേനെ, പക്ഷേ ഇപ്പോൾ മഞ്ജു സാഗറിൻ്റെ ഭാര്യയല്ലേ, പിന്നെ അവൻ കമലേശ്വരത്തെ സ്വത്ത് കിട്ടുമെന്ന് ആഗ്രഹിക്കണേ എന്തിനാണ്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, അത് ശരിയാലോ അച്ഛാ, മേഘേട്ടനക്ക് ഇവിടുത്തെ സ്വത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ എന്ന് പറയുമ്പം ഇല്ല മോളെ, അത് ഇനി ഉണ്ണിക്കും മോൾക്കും മാത്രം അനുഭവിക്കാനുള്ളതാണ്. അത് കേട്ടതും കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മാർക്കോയും സാഹറും അതുപോലെ ലോപ്പസും എല്ലാവരും കൂടി മഹിയെ അന്വേഷിച്ച് കാറിൽ പുറപ്പെടാണ്. ഈ സമയത്ത് സാഹർ പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയെ കാണാതായതിന് പിന്നിൽ ആ ഉണ്ണിക്ക് പങ്കുണ്ടാവും, ഉണ്ണി എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ച് നടക്കണേ, എന്നാലല്ലേ അവർക്ക് ആ സ്വത്ത് മുഴുവൻ വിഴുങ്ങാൻ പറ്റുള്ളൂ. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഇതിൽ ഉണ്ണിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതം തന്നെ കട്ടപ്പുകയായിരിക്കും, എന്തായാലും മേഘനാഥൻ ജയിലിലാണ്, അതുകൊണ്ട് അവനക്ക് ഇതിൽ പങ്കുണ്ടാവില്ല. ഇതേസമയം കണ്ണനാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക, മഹാലക്ഷ്മിക്ക് ഒരാപത്തും വരില്ല, അവൾ ദൈവങ്ങൾ കൂട്ടുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ ദൈവങ്ങൾ ആരെങ്കിലും പറഞ്ഞയക്കും, അതോർത്ത് കണ്ണൻ വിഷമിക്കണ്ട. ഇതിനു മുമ്പ് പല പ്രാവശ്യം മഹാലക്ഷ്മിയെ അപായപ്പെടുത്താനായിട്ട് കണ്ണൻ്റെ ബന്ധുക്കളും അതുപോലെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും ശ്രമിച്ചതല്ലേ, അതിൽ നിന്നെല്ലാം മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തിയത് ഓരോരുത്തരുടെ ഇടപെടൽ കൊണ്ടല്ലേ, അതുപോലെ ഇപ്പോഴും മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ ആരെങ്കിലും അവതരിക്കും, അതുകൊണ്ട് കണ്ണൻ ടെൻഷനാവാതിരിക്കുന്നു. അങ്ങനെ കണ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ പതിയെ അബോധാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കണ്ണ് തുറന്ന് നോക്കുന്നതും കാണുന്നത് പ്രതാപനെയും അതുപോലെ മുത്തശ്ശീനെയാണ്. അവരെ കണ്ടതും മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ എന്തോ ആപത്തിപ്പെട്ടിരിക്കുകയാണെന്ന്. അങ്ങനെ മഹാലക്ഷ്മി എഴുന്നേറ്റിട്ട് ഞാനിത് എവിടെയാണ്, നിങ്ങളെന്താ ഇവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എവിടെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേടി, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവുക, എന്തായാലും ഇനി എൻ്റെ കർണമോളുടെ കണ്ണ് നിറയാൻ വേണ്ടിയിട്ട് നീ ജീവനോടെ ഇരിക്കണ്ട, നിന്നെ പരലോകത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കർണമോൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലണേ, ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്യണില്ലല്ലോ എന്ന്.
നീ ദ്രോഹം ചെയ്യാഞ്ഞിട്ടാണോടി കമലേശ്വരത്തെ സ്വത്തെല്ലാം നിൻ്റെ പേരിൽ എഴുതി വാങ്ങിയത്. അത് ഞാൻ എഴുതി വാങ്ങിയതല്ലല്ലോ, കണ്ണേട്ടൻ്റെ ഇഷ്ടത്തിന് തന്നതല്ലേ. അതിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പം ആ സ്വത്തുക്കളെല്ലാം അനുഭവിക്കേണ്ടത് എൻ്റെ കർണമോളും ഉണ്ണിയും കൂടെ കൂടിയാ, അല്ലാതെ നീയല്ല. നീ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായി ജീവിച്ചവളല്ലേ. എന്നിട്ടിപ്പോൾ നീ എൻ്റെ കർണമോളെ ഭരിക്കാറായോ. അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഈ ഭൂമിയിൽ വെച്ചേക്കുന്ന പ്രശ്നമില്ല. ഇപ്പം തന്നെ നിന്നെ കൊന്നുകളയും. പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട. നിൻ്റെ പുറകെ തന്നെ നിൻ്റെ ആ വീൽ ചെയറിലിരിക്കുന്ന രാജാവിനെ ഞാനങ്ങോട്ട് തന്നെ വിട്ടേക്കാന്ന്. ഇതേ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെ അവളോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ അവളെ എത്രയും പെട്ടെന്ന് പരലോകത്തേക്ക് പറഞ്ഞു വിടണമെന്ന്. അതേസമയം നമ്മളുടെ പ്രതാപനാണ് ഈ തോക്കെടുത്ത് മഹാലക്ഷ്മീനെ വെടിവെച്ച് കൊല്ലാനായിട്ട് തോക്ക് മഹാലക്ഷ്മിയുടെ നേരെ നീട്ടുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും തന്നെ ഇവർ കൊല്ലാൻ പോവാന്ന്. ആ സമയം മഹാലക്ഷ്മി മനസ്സുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് സഹായത്തിന് ഇവിടെ ആരുമില്ല എന്ന്. അതേസമയം ആരോ ഒരാൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഈ പ്രതാപൻ്റെ കയ്യിലിരുന്ന ആ ഒരു തോക്ക് തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാതെ മഹാലക്ഷ്മി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.